നമസ്കാരം. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ ഭാരത് വികാസ് ഡയറി പ്രത്യേക പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കൊല്ലം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ ജനവിധിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്ന മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. കശുവണ്ടി വ്യവസായത്തിൻ്റെ ഗതകാല പ്രൗഢിയും കരിമണലിൻ്റെ തിളക്കവും കരിമീൻ രുചിപ്പെരുമയും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളോട് ഇഴചേർന്നിരിക്കുന്നു. കശുവണ്ടി മേഖലയ്ക്കൊപ്പം തീരദേശം ഉൾപ്പെടുന്ന കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മത്സ്യബന്ധന മേഖലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. തൊഴിലാളി സമൂഹത്തിൻ്റെ വോട്ടിംഗ് നിർണായകമെങ്കിലും മുൻകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ ഇടത്തേക്കും വലത്തേക്കും മാറാൻ മടി കാട്ടാത്ത മണ്ഡലമാണ് കൊല്ലമെന്ന് വ്യക്തമാകും. RSPയുടെ മുന്നണി മാറ്റത്തോടെ ശ്രദ്ധാകേന്ദ്രമായ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ വിജയം ഇടത് വലത് മുന്നണികൾക്ക് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇത്തവണയും മണ്ഡലം വാശിയേറിയ പോരാട്ടത്തിന് വേദിയാകുമെന്ന് ഉറപ്പാണ്. മണ്ഡലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ചവറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, കുണ്ടറ, ചടയമംഗലം, പുനലൂർ എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. 1215 പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 904 ഗ്രാമീണ മേഖലയിലും 311 നഗരമേഖലയിലുമാണ്. 2024 ജനുവരി 22 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ 12,99,089 വോട്ടർമാരാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. 6,80,839 സ്ത്രീ വോട്ടർമാരും 6,18,237 പുരുഷ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള 16 പേരും ഉൾപ്പെടുന്നു. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള 115 വോട്ടർമാർ മണ്ഡലത്തിലുണ്ട്. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിച്ചാൽ പല കാലഘട്ടങ്ങളിൽ 2 മുന്നണികളുടെയും ഭാഗമായി നിന്ന് 10 തവണ RSP സ്ഥാനാർത്ഥികൾ ജയിച്ച കൊല്ലം ലോക്സഭാ മണ്ഡലം RSPയുടെ ശക്തി കേന്ദ്രമാണെന്ന് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിഭാഗം സീറ്റുകളിലും LDFനുള്ള മേൽക്കോയ്മ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരെ തുണയ്ക്കാറില്ലെന്ന് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുന്നു. 2014 മുന്നണി മാറിയെത്തിയ NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി വിജയിക്കുമ്പോൾ ചവറ ഒഴികെയുള്ള നിയമസഭാ സീറ്റുകൾ LDFനായിരുന്നു. LDF ഇറക്കിയ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ 37,649 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് അന്ന് പ്രേമചന്ദ്രൻ വിജയിച്ചത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലേതുൾപ്പെടെ ജില്ലയിലെ 11 നിയമസഭാ സീറ്റുകളിലും LDF വിജയിച്ചു നിൽക്കുന്ന 2019 നടന്ന തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രൻ വിജയിച്ചു. ബാലഗോപാലിനെതിരെ 1,48,869 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു വിജയം. 2014 ലഭിച്ച വോട്ട് 2019 ഇരട്ടിയോളം വർദ്ധിപ്പിക്കാൻ NDAയ്ക്കും സാധിച്ചു. സിറ്റിംഗ് MPയായ NK പ്രേമചന്ദ്രനെ ഇത്തവണ സ്ഥാനാർത്ഥിയായി UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞു. M മുകേഷ് MLA LDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനകൾ. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു മുന്നണികൾക്കും സങ്കല്പിക്കാനാകാത്ത കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ കൂടുതൽ വാശിയേറിയ പോരാട്ടം ഉറപ്പാണ്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രതിസന്ധി, കരിമണൽ ഖനന വിവാദം എന്നിവയും തെരഞ്ഞെടുപ്പ് വേളയിൽ സജീവ ചർച്ചാ വിഷയങ്ങളായേക്കും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ കേന്ദ്ര വികസന പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് സിറ്റിംഗ് MP NK പ്രേമചന്ദ്രൻ വിലയിരുത്തുന്നു. ദേശീയപാതാ വികസനം, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസനം തുടങ്ങിയവയും കൊല്ലത്തിന് ഗുണകരമാകുമെന്ന് MP പറഞ്ഞു. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 5 വർഷക്കാലം 17ാം ലോക്സഭാ കാലയളവിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തോടൊപ്പം റെയിൽവേ, ഹൈവേ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് അഭൂതപൂർവമായ വളർച്ച കൊല്ലം മണ്ഡലത്തിന് കൈവരിക്കാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ റോഡുകൾ
നിർമ്മാണം ആരംഭിച്ച് വിവിധ ഘട്ടങ്ങളിൽ പണി പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൻസദ് ആദർശ് ഗ്രാം യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പഞ്ചായത്തുകൾ ഏറ്റെടുത്തുകൊണ്ട് സമഗ്രമായ വികസനത്തിനാവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത്, അതുപോലെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാകുന്ന കാര്യത്തിൽ, ടെലികോം രംഗത്ത്, പോസ്റ്റൽ രംഗത്ത് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളുടെ പരമാവധി സേവനം, അതിൻ്റെ ഗുണഫലം, ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഉതകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ദിശ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ മേൽനോട്ട ചുമതലയുള്ള കമ്മിറ്റിയാണ് ദിശ. ദിശയുടെ ചെയർമാൻ എന്ന നിലയിൽ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഏറ്റവും കൂടുതൽ ഫലപ്രദമായി നടപ്പാക്കിയിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണ്. കൃത്യതയോടുകൂടി 3 മാസത്തിലൊരിക്കൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചു ചേർത്ത് റിവ്യൂ നടത്തി മോണിറ്റർ ചെയ്ത് സെൻട്രലി സ്പോൺസേഡ് സ്കീമിൻ്റെ ഇഫക്റ്റീവായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ, NHM, അതുപോലെ തന്നെ അമൃത് സ്കീം തുടങ്ങിയിട്ടുള്ള നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വളരെ ഫലപ്രദമായി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ, കൊല്ലം ജില്ലയിൽ പ്രാവർത്തികമാക്കുന്നത് ഉൾപ്പെടെ മൊത്തത്തിൽ പരിശോധിച്ചാൽ ജനക്ഷേമകരമായ വികസന പ്രവർത്തനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കാര്യക്ഷമമായ ഇടപെടലാണ് 5 വർഷക്കാലം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ളത്. ധാരാളം കായലുകളും കിഴക്കൻ മലയോര മേഖലയും തീരദേശവുമുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് വിനോദസഞ്ചാര രംഗത്ത് ശ്രദ്ധേയമായ സ്ഥാനമുണ്ട്. കലാ, സാഹിത്യ, ചലച്ചിത്ര, നാടക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലും പ്രതിഭാധനന്മാരാൽ കൊല്ലം ലോക്സഭാ മണ്ഡലം അനുഗ്രഹീതമാണ്. അനവധി യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളും ശക്തികുളങ്ങര, നീണ്ടകര എന്നീ ഹാർബറുകളുമുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന് മത്സ്യബന്ധന, സംസ്കരണ, കയറ്റുമതി വ്യവസായ രംഗത്തും പ്രമുഖ സ്ഥാനമുണ്ട്. ഇരുമുന്നണികളിൽ ആർക്കൊപ്പവും സ്ഥിരമായി നിൽക്കുന്ന ചരിത്രമില്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്. കഴിഞ്ഞ 3 തവണയായി UDF-നാണ് വിജയം. 1999-ലും 2004-ലും LDF സ്ഥാനാർത്ഥിയായ P. രാജേന്ദ്രനാണ് വിജയിച്ചത്. ഇപ്പോൾ കുണ്ടറ ഒഴികെയുള്ള 6 നിയമസഭാ സീറ്റുകളും LDF-നാണ്. എങ്കിലും മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് LDF-ന് ആത്മവിശ്വാസം പകരുന്നില്ല. മുന്നണി മാറ്റത്തിൽ പിന്നെ നിയമസഭയിലേക്ക് വിജയിക്കാനാകാത്ത RSPക്ക് ആകെയുള്ള ഒരു ലോക്സഭാ സീറ്റ് നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമാണ്. കൂടുതൽ വോട്ടുകൾ നേടുക എന്ന ലക്ഷ്യമാണ് NDAയ്ക്കുള്ളത്. ഇരു മുന്നണികളും തമ്മിൽ തീവാറുന്ന പോരാട്ടം നടക്കുമെന്നുറപ്പുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനവിധി പ്രവചനാതീതം തന്നെ. നിങ്ങൾ കേട്ടത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച ഭാരത് വികാസ് ഡയറി. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷവുമായി നാളെ വീണ്ടും എത്താം. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം AIRnewsfeedback24@gmail.com എന്ന ഇമെയിലിൽ അറിയിക്കുമല്ലോ. നന്ദി, നമസ്കാരം.